വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി ഒരുക്കിയ ടൗൺഷിപ്പ് ഉദ്ഘാടന വേദിയിൽ പ്രസംഗിച്ച ടി സിദ്ദിഖ് MLA CPM പ്രവർത്തകർ കൂവി വിളിച്ച സംഭവത്തിൽ പ്രതികരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ടൗൺഷിപ്പ് പദ്ധതിയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അത് രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതിനെ അദ്ദേഹം വിമർശിച്ചു. MLA അപമാനിച്ചത് അപരിഷ്കൃതമാണ് എന്നായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം. ദുരന്തമുഖത്ത് രാപ്പകലില്ലാതെ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന പൊതുപ്രവർത്തകനായ അദ്ദേഹത്തെ വേദിയിൽ വിളിച്ചു വരുത്തി അപമാനിച്ചത് ജനാധിപത്യ കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണെന്നാണ് ചെന്നിത്തല പ്രതികരിച്ചത്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണും കാതുമായി നിന്ന വ്യക്തിയാണ് ടി സിദ്ദിഖ്. ആപത്തുണ്ടായ സമയം അവർക്കൊപ്പം നിന്ന അദ്ദേഹത്തെ ഔദ്യോഗിക വേദിയിൽ CPM പ്രവർത്തകരെ കൊണ്ട് കൂകി വിളിച്ചത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ്. അതിജീവനത്തിന്റെ വേദികളിൽ പോലും CPM രാഷ്ട്രീയം കലർത്തുകയാണ്. രാഷ്ട്രീയം നോക്കാതെ ദുരന്തമുഖത്ത് ഒന്നിച്ചു നിൽക്കുകയാണ് മലയാളികൾ ചെയ്യാറ്. എന്നാൽ CPM ആ അന്തസ് കാണിക്കുന്നില്ല. ഈ നടപടിയെ ജനാധിപത്യ കേരളം ശക്തമായി അപലപിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് തക്ക മറുപടി കൊടുക്കുമെന്നും ചെന്നിത്തല പ്രതികരിച്ചു. അതേസമയം വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടന വേദിയിൽ വെച്ച് തനിക്ക് നേരെയുണ്ടായ കൂവൽ മനോവിഷമം ഉണ്ടാക്കിയെന്ന് ടി സിദ്ദിഖ് MLA പറഞ്ഞിരുന്നു. ദുരന്തത്തിന് ഇരയായ ഒരാൾ പോലും തനിക്കെതിരെ അസ്വസ്ഥതയുടെ ശബ്ദം ഉണ്ടാക്കിയിട്ടില്ലെന്ന് MLA പറഞ്ഞു. ദുരിതബാധിതരെല്ലാം കൈയടിക്കുകയാണ് ചെയ്തത്. CPM പ്രവർത്തകരാണ് കൂകി വിളിച്ചത്. ബാക്കിയുള്ളവരുടെ അസ്വസ്ഥത താൻ കണക്കാക്കുന്നില്ല. സർക്കാർ എന്നാൽ എല്ലാവരുടേതുമാണ്. കല്ലിട്ട് പോകുന്നവരെന്ന മന്ത്രിയുടെ പരാമർശം ഒഴിവാക്കാമായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ദുരന്ത ഭൂമിയിൽ ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഉണ്ടായിരുന്നില്ലെന്നും ടി സിദ്ദിഖ് പറഞ്ഞിരുന്നു. അതേസമയം ഇത് ആസൂത്രിതമാണെന്ന് സംശയിച്ചുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ദുരന്തബാധിതർക്ക് വേണ്ടി സർക്കാർ വയനാട് ടൗൺഷിപ്പിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ വെച്ച് ചീഫ് സെക്രട്ടറി സിദ്ദിഖിന്റെ പേര് പറഞ്ഞപ്പോഴായിരുന്നു സദസ്സിൽ നിന്നും കൂവൽ ഉയർന്നത്. പിന്നീട് ടി സിദ്ദിഖ് പ്രസംഗിച്ചപ്പോഴും കൂക്കിവിളി ഉണ്ടായി. എന്നാൽ സർക്കാരിനോട് ചേർന്ന് നിന്നാണ് എല്ലാവരും ദുരന്തബാധിതർക്കായി പ്രവർത്തിച്ചതെന്നും ഇനിയും ദുരന്തബാധിതർക്കായി പ്രവർത്തിക്കുമെന്നും ടി സിദ്ദിഖ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്നലെ 50-ലധികം വീടുകൾ ദുരന്തബാധിതർക്കായി സമർപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ചടങ്ങിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് സർക്കാരിന് സഹായം നൽകരുതെന്ന് ചിലർ പ്രചരിപ്പിച്ചുവെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഈ സമയവും വലിയ കയ്യടി ഉണ്ടാവുകയും ചെയ്തു.